20-ാം വയസ്സിൽ അമ്മൂമ്മ തന്ന സാരി കല്യാണത്തിന് ഉടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഞാൻ ഉടുക്കുന്ന ദിവസം അതിനേക്കാൾ വലുതായിരിക്കും. സായ് പല്ലവി സിനിമാ തെരഞ്ഞെടുപ്പുകൾ കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ഓരോ സിനിമ കഴിയുന്തോറും പ്രേക്ഷക പ്രിയവും സിനിമാ നിരൂപകരുടെ പ്രശംസയും വാരിക്കൂടുകയാണ്. ഇമോഷൻസ് ആയാലും ഡാൻസ് ആയാലും സായ് പല്ലവിയെ കഴിഞ്ഞിട്ട് മാത്രമേ മറ്റൊരു നടിയുള്ളൂ എന്ന് സിനിമാക്കാർ തന്നെ പറയുന്നു. ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത അമരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനും സായ് പല്ലവി ഏറെ പ്രശംസകൾ നേടിയിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ ചിത്രമായ തണ്ടലിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് സായ് പല്ലവി. അതിനിടയിൽ താൻ വിശേഷമായി കൊണ്ടു നടക്കുന്ന ഒരു സാരിയെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. നാഷണൽ അവാർഡ് കിട്ടുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ആ സാരി രഹസ്യം സായ് പല്ലവി വെളിപ്പെടുത്തിയത്. എന്റെ 20-ാം വയസ്സിൽ എന്റെ അമ്മൂമ്മ എനിക്കൊരു സാരി തന്നിരുന്നു. നിന്റെ കല്യാണ ദിവസം ഇത് ധരിക്കണം എന്നാണ് അന്ന് പറഞ്ഞത്. അക്കാലത്ത് ഞാൻ സിനിമയിൽ എത്തിയിട്ടില്ല. പഠിപ്പ് കഴിഞ്ഞാൽ അടുത്തത് കല്യാണം എന്ന മൈൻഡ് സെറ്റിൽ ആയിരുന്നു. ജോർജിയയിൽ മെഡിസിന് പഠിക്കുന്ന കാലത്താണ് കല്യാണം ജീവിതത്തിൽ ഇല്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതേ കാലത്ത് തന്നെയാണ് എന്റെ സിനിമ അരങ്ങേറ്റവും സംഭവിച്ചത്. ഇപ്പോൾ ഞാൻ ആ സാരി സൂക്ഷിച്ചിരിക്കുന്നത് കല്യാണത്തെക്കാൾ വലിയൊരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അന്ന് ധരിക്കാൻ വേണ്ടിയാണ്. ആ സാരി ഞാൻ എനിക്ക് നാഷണൽ അവാർഡ് ലഭിക്കുമ്പോൾ ധരിക്കുമെന്ന് അമ്മൂമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊരു ഇമോഷൻ സ്റ്റോറി സാരിക്കും നാഷണൽ അവാർഡിനും ഉണ്ട് എന്നാണ് സായ് പല്ലവി പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നിത്യ മേനോന് നൽകിയതിന് ചില എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. വിരാടപർവം എന്ന തെലുങ്ക് ചിത്രത്തിലെ അഭിനയത്തിന് മത്സരത്തിൽ അവസാനം വരെ സായ് പല്ലവി ഉണ്ടായിരുന്നു. പുരസ്കാരം സായ് പല്ലവി അർഹിക്കുന്നു എന്നായിരുന്നു ചിലരുടെ അഭിപ്രായം. എന്നാൽ അതിനോട് സായ് പല്ലവി പ്രതികരിച്ചിരുന്നില്ല. രൺബീർ കപൂറിനൊപ്പം അഭിനയിക്കുന്ന രാമായണത്തിന്റെ തിരക്കിലാണ് ഇപ്പോൾ സായ് പല്ലവി. രാമനായി രൺബീറും സീതയായി സായ് പല്ലവിയും എത്തുന്ന സിനിമ പാൻ ഇന്ത്യൻ തലത്തിലാണ് റിലീസ് ചെയ്യാനായി പോരുന്നത്.